പല ഇംഗ്ലീഷ് വേർഡ്സിനും മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട്. ചിലത് നമുക്ക് നൗൺസായി ഉപയോഗിക്കാം, വേർബ്സായി ഉപയോഗിക്കാം, പ്രിപ്പോസിഷനായി ഉപയോഗിക്കാം. ലൈക്ക് അതുപോലൊരു വാക്കാണ്. ചിലത് നമുക്ക് അഡ്ജക്റ്റീവായും അഡ്വർബായും ഉപയോഗിക്കാം. വേറെ ചില വേർഡ്സ് കൺജങ്ഷൻസായും പ്രിപ്പോസിഷൻസായും യൂസ് ചെയ്യാം. ഇതുപോലെ ഒത്തിരി യൂസുള്ള ഒരു കുഞ്ഞു വേർഡിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അത് പല സ്ട്രക്ചേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യും, പല സെന്റൻസ് പാറ്റേൺസിൽ യൂസ് ചെയ്യും. എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് അതിന്റെ മീനിങ്ങും ഗ്രാമറും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം കുറച്ച് സെന്റൻസസ് കൊടുത്തിരുന്നു. അത് നമുക്കൊന്ന് ബ്രീഫ്ലി നോക്കാം. നമ്മൾ സ്റ്റേഷനിലേക്ക് ഒരു ടാക്സി വിളിക്കണോ അതോ നമ്മൾ നടക്കണോ? രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഡ്വൈസിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അഡ്വൈസിന് വേണ്ടി നമുക്കൊരു ഉപദേശം ആവശ്യമാണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഷോൾ ഉപയോഗിച്ചാണ്. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ, അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇതേ കാര്യം തന്നെ ഷുഡ് ഉപയോഗിച്ചാണ് ചോദിക്കുക. നമ്മൾ സ്റ്റേഷനിലേക്ക് ഒരു ടാക്സി വിളിക്കണം. ഷോൾ വി ടേക്ക് എ ടാക്സി ടു ദ സ്റ്റേഷൻ. കോൾ എന്ന വെർബ് ഉപയോഗിക്കാം. ഷോൾ വി കോൾ എ ടാക്സി ടു ദ സ്റ്റേഷൻ എന്ന് ചോദിക്കാം. അതോ നമ്മൾ നടക്കണോ? ഓർ ഷോൾ വി വാക്ക്. രണ്ട് ക്വസ്റ്റിനും നമ്മൾ ഷോൾ ഉപയോഗിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. പിന്നെ ഓർ എന്നൊരു കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് ക്വസ്റ്റിനെയും കണക്ട് ചെയ്തു. അത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കാം. അത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് കൂടുതൽ കോമൺ. ഷുഡ് വി ടേക്ക് എ ടാക്സി ഓർ ഷുഡ് വി വാക്ക്. എനിക്ക് കിട്ടുന്ന അതേ സാലറി തന്നെയാണ് അവൾക്കും കിട്ടുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സാലറി ഈക്വൽ ആണ്. ഒന്ന് മറ്റൊന്നിന് ഈക്വൽ ആണെന്ന് നമുക്ക് പല രീതിയിൽ ഇംഗ്ലീഷിൽ പറയാം. അതിന് കോമൺ ആയി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസിൽ ഒന്നാണ് ദ സെയിം ആസ്. ഷീ ഗെറ്റ്സ് ദ സെയിം സാലറി ആസ് ഐ ഡു. ആസ് ഐ ഗെറ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പൊതുവെ നമ്മളിങ്ങനെ ഒരേ വെർബ് രണ്ട് ക്ലോസിലും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ രണ്ടാമത്തെ ക്ലോസിൽ ആ വെർബിന് പകരം ആ വെർബ് ഏത് ടെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ആ ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുക. ഇവിടെ ഷീ ഗെറ്റ്സ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ഡൂവും ഡസും ആണ്. ഷീ ഗെറ്റ്സ് ദ സെയിം സാലറി ആസ് ഐ ഡു. ഐയുടെ കൂടെ നമ്മൾ ഡസ് ഉപയോഗിക്കില്ല, ഡു ആണ് ഉപയോഗിക്കുക. ഷീ ഗെറ്റ്സ് ദ സെയിം സാലറി ആസ് ഐ ഡു. ആസ് ഐ ഗെറ്റിന് പകരമായിട്ടാണ് നമ്മളിവിടെ ആസ് ഐ ഡു എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് മറ്റു രീതിയിലും പറയാം. ഷീ ആൻഡ് ഐ ഗെറ്റ് ദ സെയിം സാലറി എന്ന് പറയാം. അല്ലെങ്കിൽ ഹെർ സാലറി ഈസ് ദ സെയിം ആസ് മൈൻ. എന്റെ സാലറി തന്നെയാണ് അവൾക്കും കിട്ടുന്നത്. ആസിന് ശേഷം എന്നോട് ഉപയോഗിക്കുന്നത് മൈ എന്ന പൊസസീവ് അഡ്ജക്റ്റീവ് അല്ല, മൈൻ എന്ന പൊസസീവ് പ്രൊനൗൺ ആണ്. മൈ സാലറി എന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ മൈൻ ഉപയോഗിക്കുന്നത്. ഹെർ സാലറി ഈസ് ദ സെയിം ആസ് മൈ സാലറി, അല്ലെങ്കിൽ ഹെർ സാലറി ഈസ് ദ സെയിം ആസ് മൈൻ. അവന് സാധിക്കാവുന്ന അത്ര വേഗതയിൽ അവൻ ഓടിയെങ്കിൽ അവന് മത്സരം ജയിക്കാനായില്ല. സാധിക്കാവുന്ന അത്ര വേഗതയിൽ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ് എന്നാണ്. അവൻ ഓടി. ഹി റാൻ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. കുഡ് ഉപയോഗിക്കാൻ കാരണം റാൻ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ്. മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലാകുമ്പോൾ പിന്നെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലും പാസ്റ്റ് ടെൻസസ് തന്നെ വേണം ഉപയോഗിക്കാൻ. അവന് മത്സരം ജയിക്കാനായില്ല. ഹി കുഡിൻ വിൻ ദ റേസ്. ഓട്ടത്തിന് നമ്മൾ പറയുന്നത് റേസ് എന്നാണ്, മാച്ച് എന്നോ ഗെയിം എന്നോ ഒന്നുമല്ല. അപ്പൊ ഇവിടെ ഉപയോഗിക്കേണ്ട നൗണ് റേസ് തന്നെയാണ്. നല്ല വേഗതയിൽ ഓടുന്ന ഒരാൾ സാധാരണഗതിയിൽ ജയിക്കേണ്ടതാണ്, പക്ഷെ ഇവിടെ ജയിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺട്രഡിക്ടറി ആയ രണ്ട് ഐഡിയാസ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാൻ ദോ, ഓൾ ദോ അതുപോലത്തെ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ ആണ് യൂസ് ചെയ്യുക. ദോ ഹി റാൻ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്, ഹി കുഡിൻ വിൻ ദ റേസ്. എങ്കിലും എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ദോ. എനിക്ക് നിന്റെ അമ്മയാവാനുള്ള പ്രായമുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇനഫ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചാണ്. ഇനഫ് സൂചിപ്പിക്കുന്ന സഫിഷ്യൻസിയാണ്, അതായത് ആവശ്യത്തിനുണ്ട് എന്നർത്ഥം. എനിക്ക് നിന്റെ അമ്മയാവാനുള്ള പ്രായമുണ്ട്. ഐ എം ഓൾഡ് ഇനഫ് ടു ബി യുവർ മദർ. ഓൾഡ് ഇനഫ് എന്ന് പറയുമ്പോൾ അതിന് മാത്രം പ്രായമുണ്ട് എന്നർത്ഥം. ഇനഫ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാനായി ഉപയോഗിക്കുന്ന സമയത്ത് ഓൾഡ് അഡ്ജക്റ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ ആ അഡ്ജക്റ്റീവിനെയാണ് ഈ ഇനഫ് എന്ന അഡ്വർബ് ഉപയോഗിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. അത് ആ അഡ്ജക്റ്റീവിന് ശേഷമാണ് വരാം. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാനായി നമ്മൾ ഇനഫ് ഉപയോഗിക്കുമ്പോൾ അത് ആ നൗണിന് മുന്നിൽ വരും. ഇനഫ് ചെയേഴ്സ് എന്നാണ് പറയുക. ചെയേഴ്സ് ഇനഫ് അല്ല. ഇനഫ് നെയിൽസ്, നെയിൽസ് ഇനഫ് അല്ല. ഒരു നല്ല ടീച്ചർ ആവാനുള്ള അത്ര ക്ഷമ എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ്. അത്ര ക്ഷമ, ആവശ്യമുള്ള അത്ര ക്ഷമ എന്നർത്ഥം. ഇനഫ് പേഷ്യൻസ് ടു ബി എ ഗുഡ് ടീച്ചർ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് പേഷ്യൻസ് ടു ബി എ ഗുഡ് ടീച്ചർ. പേഷ്യൻസ് നൗൺ ആണ്, അതിന് മുന്നിലാണ് ഇനഫ് ഉപയോഗിച്ചത്. ഇത് തന്നെ നമുക്ക് പേഷ്യൻ്റ് എന്ന അഡ്ജക്റ്റീവ് ഉപയോഗിച്ചും പറയാം. അപ്പോൾ അഡ്ജക്റ്റീവിന് ശേഷമാണ് ഇനഫ് ഉപയോഗിക്കുക, അഡ്ജക്റ്റീവിന് മുന്നിലല്ല. ഐ എം നോട്ട് പേഷ്യൻ്റ് ഇനഫ് ടു ബി എ ഗുഡ് ടീച്ചർ. ഐ എം നോട്ട് പേഷ്യൻ്റ് ഇനഫ് ടു ബി എ ഗുഡ് ടീച്ചർ. നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സിലും ഡിഫറൻസ് ഉണ്ട്. ഇനഫ് പേഷ്യൻസ് അതൊരു നൗൺ ഫ്രേസ് ആണ്. അതിന് മുന്നിൽ നമ്മൾ ഉപയോഗിച്ചത് ഹാവ് ആണ്. ഉണ്ട്, ഇല്ല. ഹാവിന് ശേഷം നൗണ് വരുന്ന സമയത്ത് ഹാവിന്റെ അർത്ഥം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ്. എനിക്ക് വേണ്ടത്ര ക്ഷമയില്ല എന്ന് പറയാൻ നമ്മളോട് ഉപയോഗിച്ചത് ഐ ഡോണ്ട് ഹാവ് ഇനഫ് പേഷ്യൻസ് എന്ന എക്സ്പ്രഷൻ ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഹാവ് അല്ല ഉപയോഗിക്കുന്നത്, ആം ആണ് യൂസ് ചെയ്യുന്നത്.
ഐ എം നോട്ട് പേഷ്യൻ്റ് ഇനഫ്. പേഷ്യൻ്റ് ഇനഫ് എന്നതൊരു അജക്റ്റീവ് ഫ്രേസ് ആണ്. നമുക്ക് ഹാവിന് ശേഷം അല്ലെങ്കിൽ ഹാസിനോ ഹാഡിനോ ശേഷം അജക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഹാവിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നത് ഒന്നുകിൽ V3 ആണ് അല്ലെങ്കിൽ നൗൺസ് ആണ്. പ്രൊനൗൺസും നമുക്ക് യൂസ് ചെയ്യാം, അതല്ലാതെ അജക്റ്റീവ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അജക്റ്റീവ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ബിയുടെ ഏതെങ്കിലും ഒരു ഫോമിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ ഒരു നൗണിന് മുന്നിലായിരിക്കും. ആം എന്ന് പറയുന്നത് ബിയുടെ ഒരു ഫോമാണ്. ഐ എം നോട്ട് പേഷ്യൻ്റ് ഇനഫ് ടു ബി എ ഗുഡ് ടീച്ചർ. ഐ ഡോണ്ട് ഹാവ് ഇനഫ് പേഷ്യൻസ് ടു ബി എ ഗുഡ് ടീച്ചർ. ഇനഫ് പേഷ്യൻസ് നൗൺ ആണ്, നൗൺ ഫ്രേസ് ആണ്. അത് നമ്മൾ ഹാവിന് ശേഷം ഉപയോഗിച്ചു. പേഷ്യൻ്റ് ഇനഫ് ഒരു അജക്റ്റീവ് ഫ്രേസ് ആണ്. അത് നമ്മൾ ബിയുടെ ഒരു ഫോമായ ആമിന് ശേഷം ഉപയോഗിച്ചു. ഹാവിന് ശേഷം അജക്റ്റീവ്സ് യൂസ് ചെയ്യരുത്. അവൾ കാർ ഓടിച്ചു പോകുമ്പോൾ ഞങ്ങൾ കൈവീശി കാണിച്ചു. രണ്ട് ആക്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഞങ്ങൾ കൈവീശി കാണിച്ചു. രണ്ട്, അവൾ കാർ ഓടിച്ചു പോയി. കാർ ഓടിച്ചു പോവുക എന്നത് ലെങ്തിയായ ഒരു ആക്ഷൻ തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ നമ്മൾ കൈവീശി കാണിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ നിന്ന് അവൾ മറയുന്നത് വരെ മാത്രമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രണ്ട് ഷോർട്ട് ആക്ഷൻസിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളും പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാണ്. കൈവീശി കാണിച്ചു എന്നതിന് നമുക്ക് വേവ് ഗുഡ് ബൈ എന്ന് പറയാം. വി വേവ്ഡ് ഗുഡ് ബൈ. ഞങ്ങൾ കൈവീശി കാണിച്ചു. ബൈ പറഞ്ഞു. അവൾ കാർ ഓടിച്ചു പോയി. ഷീ ഡ്രോവ് എവേ. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ആസ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാം. വി വേവ്ഡ് ഗുഡ് ബൈ ആസ് ഷീ ഡ്രോവ് എവേ, അല്ലെങ്കിൽ ആസ് ഷീ ഡ്രോവ് എവേ വി വേവ്ഡ് ഗുഡ് ബൈ. ആസ് ക്ലോസ് നമുക്ക് മെയിൻ ക്ലോസിന് മുന്നിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിന് ശേഷം ഉപയോഗിക്കാം. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. രണ്ട് ക്ലോസിലും നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. കാരണം ഒരേ സമയം നടക്കുന്ന രണ്ട് ഷോർട്ട് ആക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിനിടെ ഞാൻ വഴുതി വീണു. ഇവിടെയും രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ വഴുതി വീണു. മറ്റേത്, ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഇവിടെ ആക്ച്വലി ഒരു ആക്ഷൻ നടക്കുന്നതിനിടയിലാണ് മറ്റേ ആക്ഷൻ നടക്കുന്നത്. ഇറങ്ങുന്നതിനിടയിലാണ് വീഴുന്നത്. അപ്പോൾ ആ ഇറങ്ങുക എന്നുള്ള പ്രവൃത്തിയെ കുറിച്ച് പറയാൻ നമുക്കിവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഒരുപാട് ലെങ്തി ആയ ഒരു ആക്ഷൻ ഒന്നും അല്ല അത്, പക്ഷെ അതിനിടയിലാണ് വീഴുക എന്ന മറ്റേ ആക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ആക്ഷനെ കുറിച്ച് പറയാൻ, ഇറങ്ങുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വീഴുന്നതിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഇതും ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇവരെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആസ് എന്ന കൺജങ്ഷനും യൂസ് ചെയ്യാം. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഐ വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക. ബസ്സിൽ കയറുന്നതിന് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനും ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത്. ഐ വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ഞാൻ വഴുതി വീണു. ഐ സ്ലെപ്റ്റ് ആൻഡ് ഫെൽ. അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാൽ പറയുന്നത്, കാരണം അതൊരു ഷോർട്ട് ആക്ഷനാണ്. ഇനി നമുക്ക് ഇതിനെ ആസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യും. ആസ് ഐ വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ് ഐ സ്ലെപ്റ്റ് ആൻഡ് ഫെൽ. ആസ് ഐ വാസ് ഗെറ്റിംഗ് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നതിനിടയിൽ ഐ സ്ലിപ്ഡ് ആൻഡ് ഫെൽ. ഇവിടെ നമുക്ക് ആസിന് പകരം വേണമെങ്കിൽ വെൻ ഉപയോഗിക്കാം, വൈൽ ഉപയോഗിക്കാം. പലപ്പോഴും നമുക്കിങ്ങനെ ആസിന് പകരം വെന്നും വൈലും യൂസ് ചെയ്യാൻ സാധിക്കും. എല്ലായ്പ്പോഴും സാധിക്കുമെന്നല്ല, പലപ്പോഴും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ വിശ്രമിക്കാനായി ഇരുന്നപ്പോഴേക്കും ഡോർബെൽ അടിച്ചു. ഞാൻ ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും ഡോർബെൽ അടിച്ചു. ഒരാക്ഷൻ നടന്ന ഉടനെ മറ്റേ ആക്ഷൻ നടന്നു എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൺജങ്ഷനാണ് ജസ്റ്റ് ആസ്. ആസ് സൂൺ ആസ് ഉപയോഗിച്ച് നമുക്കിത് പറയാം. ഇവിടെയും രണ്ട് ഷോർട്ട് ആക്ഷൻസ് ആണ്. ഞാൻ വിശ്രമിക്കാനായി ഇരുന്നു, ഡോർബെൽ അടിച്ചു. അപ്പോൾ രണ്ട് ക്ലോസിലും നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ്. ഞാൻ വിശ്രമിക്കാനായി ഇരുന്നു, ഡോർബെൽ അടിച്ചു, ദ ഡോർബെൽ റാങ്. ഇനി ഇരുന്നപ്പോഴേക്കും എന്ന ഒരു മീനിങ് കിട്ടാനായി നമുക്കിതിനെ ജസ്റ്റ് ആസ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. Just as I sat down to rest, the doorbell rang. Just as I sat down to rest, the doorbell rang. As soon as ഉപയോഗിച്ചും നമുക്കിത് പറയാം. As soon as I sat down to rest, the doorbell rang. രണ്ട് ക്ലോസിൽ ഇവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് ശ്രദ്ധിക്കണം. രണ്ടും പാസ്റ്റിൽ നടന്ന രണ്ട് ഷോർട്ട് ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ക്ലോസിലും യൂസ് ചെയ്യുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ അവർ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമല്ല, ഒരേ സമയം ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ സമയം പ്രോഗ്രസ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും രണ്ട് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും എല്ലാം നമുക്ക് ആസ് ഉപയോഗിക്കാം. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഡേയ്സ് വെന്റ് ഓൺ. സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. അവർ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ഈച്ച് അതർ. അവർ പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ അവർ തുടങ്ങി. എന്ത്? ഇഷ്ടപ്പെടാൻ, ലൈക്കിംഗ്. ദേ സ്റ്റാർട്ടഡ് ടു ലൈക്ക് എന്നും പറയാം. സ്റ്റാർട്ട് എന്ന വെർബിന് ശേഷം നമുക്ക് ING ഫോമും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. മീനിങ്ങിന് ഡിഫറൻസ് ഇല്ല. പരസ്പരം എന്നതിന് ഈച്ച് അതർ എന്ന് പറയാം.
ഡേയ്സ് വെന്റ് ഓൺ, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ദേ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ഈച്ച് അതർ അല്ലെങ്കിൽ ദേ സ്റ്റാർട്ടഡ് ടു ലൈക്ക് ഈച്ച് അതർ. ഇത് കമ്പൈൻ ചെയ്യാനും ആസ് നമുക്ക് ഉപയോഗിക്കാം. ആസ് ഡേയ്സ് വെന്റ് ഓൺ, ദേ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ഈച്ച് അതർ. എനിക്ക് പ്രായമാവുമ്പോൾ ഞാൻ കൂടുതൽ ശുഭാപ്തി വിശ്വാസിയാവുന്നു. ഇതും ഒരേ സമയം ഡെവലപ്പ് ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ്. പ്രായം കൂടുന്നു, അതിനനുസരിച്ച് ശുഭാപ്തി വിശ്വാസവും കൂടുന്നു, അല്ലെങ്കിൽ കൂടുതൽ ശുഭാപ്തി വിശ്വാസിയായി ഞാൻ മാറുന്നു. ശുഭാപ്തി വിശ്വാസം എന്ന് പറയുമ്പോൾ ഒപ്റ്റിമിസം. ശുഭാപ്തി വിശ്വാസി ഒപ്റ്റിമിസ്റ്റ് ആണ്, അതിന്റെ അഡ്ജക്റ്റീവാണ് ഒപ്റ്റിമിസ്റ്റിക്. ഇത് നമ്മൾ എങ്ങനെ പറയും? എനിക്ക് പ്രായമാവുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? അതും ഒരു ചേഞ്ചാണ്. ചേഞ്ചസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ പല വെർബ്സ് യൂസ് ചെയ്യും. നമുക്ക് ബിക്കം എന്ന വെർബ് യൂസ് ചെയ്യാം, ടേൺ ഉപയോഗിക്കാം, ഗ്രോ ഉപയോഗിക്കാം, ഗെറ്റ് ഉപയോഗിക്കാം. ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്നത് ഗെറ്റാണ്. പ്രത്യേകിച്ചും പ്രായമാവുന്നതിനെ കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കാം ഗെറ്റാണ്. അപ്പം എനിക്ക് പ്രായമാവുന്നു, ഐ എം ഗെറ്റിംഗ് ഓൾഡ്. ഞാൻ കൂടുതൽ ശുഭാപ്തി വിശ്വാസിയാവുന്നു, ഐ എം ഗെറ്റിംഗ് മോർ ഒപ്റ്റിമിസ്റ്റിക്. നമ്മളിവിടെ അഡ്ജക്റ്റീവാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യാനായി ആസ് ഉപയോഗിക്കാം. ആസ് ഐ എം ഗെറ്റിംഗ് ഓൾഡർ, ഐ എം ഗെറ്റിംഗ് മോർ ഒപ്റ്റിമിസ്റ്റിക്. ആക്ച്വലി നമുക്കിവിടെ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും മതി. രണ്ട് ക്ലോസിലും പക്ഷേ അത് തന്നെ ഉപയോഗിക്കണം. ആസ് ഐ ഗെറ്റ് ഓൾഡർ, ഐ ഗെറ്റ് മോർ ഒപ്റ്റിമിസ്റ്റിക്, അങ്ങനെ പറയാം. ആസ് ഐ എം ഗെറ്റിംഗ് ഓൾഡർ, ഐ എം ഗെറ്റിംഗ് മോർ ഒപ്റ്റിമിസ്റ്റിക് എന്നും പറയാം. പക്ഷേ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആവശ്യം ഇവിടെ ഇല്ല, സിമ്പിൾ പാസ്റ്റ് മതി. രണ്ട് ക്ലോസിലും ഒരേ ടെൻസ് തന്നെ ഉപയോഗിക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരേ സമയം ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ക്ലോസിലും ഒരേ ടെൻസ് വേണം ഉപയോഗിക്കുന്നത്. സമയത്തിനെ കുറിച്ച് പറയാൻ എങ്ങനെ ആസ് ഉപയോഗിക്കാം എന്നാണ് കഴിഞ്ഞ എക്സാമ്പിൾസിലെല്ലാം നമ്മൾ നോക്കിയത്. ഇനി ആസിന് മറ്റൊരു യൂസ് ഉണ്ട്, കാരണത്തിനെ കുറിച്ച് പറയാം. സിൻസ്, ബിക്കോസ്, അതിനെല്ലാം പകരമായും നമ്മൾ ഈ കൺജങ്ഷൻ ഉപയോഗിക്കും. എനിക്ക് വിശപ്പുണ്ടായിരുന്നതിനാൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു. എനിക്ക് വിശപ്പുണ്ടായിരുന്നു, ഐ വാസ് ഹംഗ്രി. ഐ ഹാഡ് ഹങ്കർ എന്ന് പറയരുത്, ഐ വാസ് ഹംഗ്രി. എന്തെങ്കിലും കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു, ഐ ഡിസൈഡഡ് ടു ഈറ്റ് സംതിങ്. ഇനി വിശപ്പുണ്ടായിരുന്നതിനാൽ എന്ന് പറയാൻ ആസ് ഐ വാസ് ഹംഗ്രി, ഐ ഡിസൈഡഡ് ടു ഈറ്റ് സംതിങ്. ആസിന് പകരം നമുക്കിവിടെ സിൻസ് ഉപയോഗിക്കാം, ബിക്കോസും ഉപയോഗിക്കാം. ഇത് തന്നെ നമുക്ക് സോ ഉപയോഗിച്ചും പറയാം. ഐ വാസ് ഹംഗ്രി, സോ ഐ ഡിസൈഡഡ് ടു ഈറ്റ് സംതിങ്. അത് വളരെ മനോഹരമായ ഒരു വീടാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഹൗസ്. അതൊരു കൊട്ടാരം പോലെയാണ്. സിമിലാരിറ്റിയെ കുറിച്ച് പറയാം. ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് വേർഡ്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ആസ്, ഒന്ന് ലൈക്ക്. പക്ഷെ രണ്ടും ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലാണ്. ലൈക്ക് പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുക ഒരു നൗണോ പ്രൊനൗണോ ING ഫോമോ ആയിരിക്കും. ആസ് ആക്ച്വലി കൺജങ്ഷനാണ്. നമ്മളത് പ്രിപ്പോസിഷനായി നോർമലി യൂസ് ചെയ്യില്ല, പക്ഷെ പ്രിപ്പോസിഷൻ പോലെ ചിലയിടങ്ങളിലെല്ലാം ഉപയോഗിക്കും. ഒരു കൺജങ്ഷന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന നൗണോ പ്രൊനൗണോ ING ഫോമോ ഒന്നുമല്ല. അതിനുശേഷം നമുക്ക് വേണ്ടത് ക്ലോസ് ആണ്. ക്ലോസ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, വെർബ് ഉണ്ടായിരിക്കണം, അതിൻ്റെ മീനിങ്സ് കംപ്ലീറ്റ് ആക്കാൻ ആവശ്യമായ മറ്റു വേർഡ്സും ഉണ്ടായിരിക്കണം. അതൊരു കൊട്ടാരം പോലെയാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ലൈക്ക് എ പാലസ്. ഇറ്റ് ഈസ് ആസ് എ പാലസ് എന്ന് പറയരുത്, ഇറ്റ് ഈസ് ലൈക്ക് എ പാലസ്. എ പാലസ് എന്നത് നൗൺ എക്സ്പ്രഷൻ ആണ്. അതിനു മുന്നിൽ നമുക്ക് ആസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഹൗസ്, ഇറ്റ് ഈസ് ലൈക്ക് എ പാലസ്. അതൊരു കൊട്ടാരം പോലെയാണ്. ഇത് പക്ഷെ നമുക്ക് ആസ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സ്ട്രക്ചറാണ്. ഒരു അഡ്ജക്റ്റീവിന് അല്ലെങ്കിൽ ഒരു അഡ്വർബിന് മുന്നിലും പിന്നിലും ഓരോ ആസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ഒന്ന് മറ്റൊന്ന് പോലെയാണ് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിന് ഈക്വൽ ആണ് എന്നെല്ലാം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിങ്ങനെ രണ്ട് സെന്റൻസ് ആയി പറയുന്നതിന് പകരം ആ വീട് ഒരു കൊട്ടാരം പോലെ മനോഹരമാണ് എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ പറയുന്നത് ലൈക്ക് ഉപയോഗിച്ചല്ല, ആസ് ഉപയോഗിച്ചാണ്. ദാറ്റ് ഹൗസ്, ആ വീട്, ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ പാലസ്. ദാറ്റ് ഹൗസ് ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ പാലസ്. ഇവിടെ ആ രണ്ടാമത്തെ ആസിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് നൗൺ ഫ്രേസ് തന്നെയാണ്. ക്ലോസ് ഒന്നും അവിടെ വന്നിട്ടില്ല. ആസ് ബ്യൂട്ടിഫുൾ ആസ് എ പാലസ് എന്ന് പറയുമ്പോൾ ഒരു കൊട്ടാരം പോലെ മനോഹരം എന്നർത്ഥം. അഡ്ജക്റ്റീവ്സിന് അല്ലെങ്കിൽ അഡ്വേർബ്സിന്റെ കൂടെയാണ് നമ്മളിങ്ങനെ രണ്ട് ആസ് ഉള്ള ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് ആസിന്റെ മറ്റ് യൂസസിൽ നിന്ന് ഡിഫറെന്റ് ആയ ഒരു യൂസ് ആണ്. ഇത് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അവൻ അവധിയിലായതിനാൽ എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ അവധിയിലായിരുന്നു. ഹി വാസ് ഓൺ ലീവ് അല്ലെങ്കിൽ ഹി വാസ് ഓൺ ഹോളിഡേ. ഓൺ എന്ന പ്രിപ്പോസിഷൻ വേണം ഉപയോഗിക്കാൻ. എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. ഐ കുഡിന്റ് മീറ്റ് ഹിം. അവധിയിലായതിനാൽ ആസ് ഹി വാസ് ഓൺ ഹോളിഡേ ഐ കുഡിന്റ് മീറ്റ് ഹിം. ഇവിടെയും നമ്മൾ ആസ് ഉപയോഗിച്ചത് കാരണം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സിൻസ് ഉപയോഗിക്കാം. സിൻസ് ഹി വാസ് ഓൺ ഹോളിഡേ ഐ കുഡിന്റ് മീറ്റ് ഹിം എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് ബിക്കോസ് ഉപയോഗിക്കാം. നിനക്ക് അറിയാവുന്നതല്ലേ, നാളെ അവളുടെ പിറന്നാളാണ്. ആസ് ഉപയോഗിക്കുന്ന മറ്റ് ധാരാളം സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിലേറ്റവും കോമൺ ആയി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ആസ് യു നോ. അത് നമ്മളൊരു കാര്യം പറയുന്നത് മറ്റേ ആളിന് കൂടി അറിയുന്നതാണ് എന്നൊരു മുൻവിധിയോട് കൂടി നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ആ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. നിനക്ക് അറിയാവുന്നതല്ലേ, ആസ് യു നോ.
നാളെ അവളുടെ പിറന്നാളാണ്. ഇറ്റ് ഈസ് ഹെർ ബർത്ത്ഡേ ടുമോറോ. ആസ് യു നോ ഇറ്റ് ഈസ് ഹെർ ബർത്ത്ഡേ ടുമോറോ. നിനക്ക് അറിയാവുന്നതല്ലേ നാളെ അവളുടെ പിറന്നാളാണ്. ഇതുപോലത്തെ ധാരാളം എക്സ്പ്രഷൻസ് ഉണ്ട്. ആസ് യു നോ, ആസ് ഫാർ ആസ് ഐ നോ. ആസ് ഫാർ ആസ് ഐ നോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാവുന്നിടത്തോളം എന്നർത്ഥം, അതായത് എൻ്റെ ഒരു അറിവിനനുസരിച്ച്. ഇതുപോലത്തെ മറ്റൊരു എക്സ്പ്രഷനാണ് ആസ് യു ക്യാൻ ഇമാജിൻ. നിനക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ. ഞാൻ നിനക്ക് കാണിച്ചു തരുന്നത് പോലെ തന്നെ നീ അത് ചെയ്യൂ. നീ അത് ചെയ്യൂ. ഡു ഇറ്റ്. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. മലയാളത്തിൽ നീ അത് ചെയ്യൂ എന്ന് പറയും, ഇംഗ്ലീഷിൽ പക്ഷെ യു ഡു ഇറ്റ് എന്നല്ല പറയുന്നത്, ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇമ്പറേറ്റീവ്സ് നമ്മൾ ആ വെർബ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ സബ്ജക്റ്റായി യു നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. ഡു ഇറ്റ് എങ്ങനെ? ഞാൻ കാണിച്ചു തരുന്നത് പോലെ. ആസ് ഐ ഷോ യു. ഡു ഇറ്റ് ആസ് ഐ ഷോ യു. ഇവിടെ ആസ് കൺജങ്ഷൻ ആയി തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പോലെ എന്നർത്ഥം വരുന്ന ഒരു കൺജങ്ഷൻ ആയാണ് നമ്മളിവിടെ ആസ് ഉപയോഗിച്ചത്. ഡു ഇറ്റ് ആസ് ഐ ഷോ യു. ഞാൻ കാണിച്ചു തരുന്നത് പോലെ ചെയ്യൂ. ആസിന് ശേഷം ഇവിടെ ഒരു ക്ലോസ് ആവുന്നത്. നമുക്കൊരു ഇൻഫോർമൽ സ്റ്റൈലിൽ ഇവിടെ വേണമെങ്കിൽ ലൈക്ക് ഉപയോഗിക്കാം. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രിപ്പോസിഷൻ ആണ് എന്ന്. പ്രിപ്പോസിഷന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ നൗണും പ്രൊനൗണും ING ഫോമും ആണ്. പക്ഷെ ഇൻഫോർമൽ സ്റ്റൈലിൽ നമ്മൾ പലപ്പോഴും ലൈക്ക് ഒരു കൺജങ്ഷൻ പോലെ യൂസ് ചെയ്യാറുണ്ട്. ഇത് തന്നെ നമുക്ക് ലൈക്ക് ഉപയോഗിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഡു ഇറ്റ് ലൈക്ക് ഐ ഷോ യു. ഇവിടെ കൂടുതൽ കറക്റ്റ് ആസ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഫോർമൽ സ്റ്റൈലിൽ നമ്മൾ ആസ് ആണ് ഉപയോഗിക്കുക. വളരെ ഇൻഫോർമലായി സ്പോക്കൺ ഇംഗ്ലീഷിലും മറ്റും നമുക്കിവിടെ ലൈക്കും ഉപയോഗിക്കാം. ഡു ഇറ്റ് ലൈക്ക് ഐ ഷോ യു. ഡു ആസ് ഐ സേ. ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഡു ആസ് ഐ ഡു. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യും. ഇതെല്ലാം നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന ചില സെന്റൻസസ് ആണ്. എല്ലായ്പ്പോഴും എന്ന പോലെ അവളായിരുന്നു ആദ്യം വന്നത്. ആസ് ഉപയോഗിക്കുന്ന മറ്റു ചില കോമൺ ഫ്രേസസ് ആണ് ആസ് യൂഷ്വൽ, ആസ് എക്സ്പെക്റ്റഡ്. അതെല്ലാം എല്ലായ്പ്പോഴും എന്ന പോലെ അവളായിരുന്നു ആദ്യം വന്നത്. ആസ് ഓൾവേസ്. എല്ലായ്പ്പോഴും എന്നത്തെയും പോലെ തന്നെ എന്നർത്ഥം. അവളായിരുന്നു ആദ്യം വന്നത്. ഷി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അറൈവ്. ഷി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു അറൈവ് എന്ന് പറയുമ്പോൾ ആദ്യം എത്തിയ വ്യക്തി അവളായിരുന്നു. ആസ് യൂഷ്വൽ എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെയാണ്. ആസ് ഓൾവേസ് എന്ന എക്സ്പ്രഷന്റെ ഏകദേശം അതേ മീനിങ് തന്നെയാണ് ആസ് യൂഷ്വൽ എന്ന എക്സ്പ്രഷന്റെയും അർത്ഥം. യു ആർ ലേറ്റ് ആസ് യൂഷ്വൽ. എല്ലാ ദിവസവും എന്ന പോലെ തന്നെ നീ ഇന്നും വൈകിയിരിക്കുന്നു. യു ആർ ലേറ്റ് ആസ് യൂഷ്വൽ. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിനക്ക് തോന്നുന്നത് പോലെ ചെയ്യാം. ഡു ആസ് യു ലൈക്ക്. യു ക്യാൻ ഡു ആസ് യു ലൈക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഡു ആസ് യു ലൈക്ക്. ഇവിടെ ആസിനർത്ഥം ഇഷ്ടമുള്ളത് പോലെ എന്നൊരർത്ഥമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന അർത്ഥത്തിൽ ഡു വാട്ട് യു ലൈക്ക്. അത് തന്നെയാണ് അതിനർത്ഥം. യു ക്യാൻ ഡു ആസ് യു ലൈക്ക്, അല്ലെങ്കിൽ ഡു വാട്ട് യു ലൈക്ക്. അവർ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. അവർ ചെയ്തു. ദേ ഡിഡ്. പറഞ്ഞതുപോലെ എന്ന് പറയുമ്പോൾ വാക്ക് പറഞ്ഞതുപോലെ എന്ന അർത്ഥത്തിലാണെങ്കിൽ പ്രോമിസ്ഡ് എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഡ് എന്ന വെർബ് ഉപയോഗിക്കാം. ദേ ഡിഡ് ആസ് ദേ പ്രോമിസ്ഡ്. വാക്ക് പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു, അല്ലെങ്കിൽ ദേ ഡിഡ് വാട്ട് ദേ പ്രോമിസ്ഡ്. ദേ ഡിഡ് ആസ് ദേ സെഡ് എന്ന് പറയാം. അപ്പൊ അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഇവിടെയും ആസ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടിന് പകരമായിട്ടാണ്. ദേ ഡിഡ് വാട്ട് ദേ പ്രോമിസ്ഡ്. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ പരീക്ഷ തോറ്റു. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആസ് ഹി എക്സ്പെക്റ്റഡ്. അവൻ പരീക്ഷ തോറ്റു. ഹി ഫെയിൽ ദ ടെസ്റ്റ്, അല്ലെങ്കിൽ ഹി ഫെയിൽ ദ എക്സാം. ഇവിടെയും ആസ് കൺജങ്ഷൻ ആണ്. അതിനുശേഷം ക്ലോസ് വന്നു. ഹി എക്സ്പെക്റ്റഡ്. ഈ സെന്റൻസസിലെല്ലാം ആസിന് പോലെ എന്ന അർത്ഥമാണ്. 20 വർഷം അവൾ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തു. ഇനി നമുക്ക് എല്ലായ്പ്പോഴും ആസിന് പോലെ എന്ന അർത്ഥമല്ല, ചിലപ്പോൾ നമ്മൾ ആയി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. പൊതുവെ നമ്മൾ പോലെ എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വാക്ക് ലൈക്കാണ്. ചിലയിടങ്ങളിൽ നമ്മൾ ആസ് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾ ആസ് ഉപയോഗിക്കുന്നത് ആസ് കൺജങ്ഷൻ ആയി വരുമ്പോൾ മാത്രമാണ്. 20 വർഷം അവൾ ഒരു റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തു. 20 വർഷം എന്ന് പറയുമ്പോൾ for 20 years. ഈ ടൈം എക്സ്പ്രഷൻ നമുക്ക് വേണമെങ്കിൽ സെന്റൻസിന്റെ അവസാനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആദ്യം ഉപയോഗിക്കാം. നമുക്കിപ്പോൾ കൂടുതൽ ശ്രദ്ധ ആ ഡ്യൂറേഷനിലാണ് വേണ്ടതെങ്കിൽ അതിനെ നമുക്ക് സെന്റൻസിന്റെ തുടക്കത്തിലേക്ക് മൂവ് ചെയ്യാം. for 20 years അവൾ ജോലി ചെയ്തു. ഷീ വർക്ക്ഡ്. എങ്ങനെ? ഒരു റിസപ്ഷനിസ്റ്റായി. ഇവിടെ നമ്മൾ പറയുന്നത് ലൈക്ക് അല്ല, ആസ് എ റിസപ്ഷനിസ്റ്റ് എന്നാണ്. ഒരു റിസപ്ഷനിസ്റ്റായി അവള് 20 വർഷം ജോലി ചെയ്തു. ഇവിടെ ആസിന് ശേഷം നമ്മൾ നൗണാ ഉപയോഗിച്ചത്. അപ്പൊ ആക്ച്വലി ഇവിടെ ആസ് ഒരു പ്രിപ്പോസിഷൻ പോലെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഒരു നൗണിന് മുന്നിൽ ഉപയോഗിക്കുക ലൈക്കാണ്, ആസ് അല്ല. പക്ഷെ ഇവിടെ ലൈക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലൈക്ക് എ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റിസപ്ഷനിസ്റ്റിനെ പോലെ എന്ന അർത്ഥമാണ് വേണ്ടത്. നമ്മൾ റിസപ്ഷനിസ്റ്റിനെ പോലെ, ഒരു നഴ്സിനെ പോലെ, ഡോക്ടറെ പോലെ ജോലി ചെയ്തു എന്നല്ല പറയുക. ഡോക്ടറായി, നഴ്സായി, റിസപ്ഷനിസ്റ്റായി, മെക്കാനിക്കായി ജോലി ചെയ്തു, അങ്ങനെയെല്ലാമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ലൈക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല, ആസ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഒരാളുടെ ജോലി അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പർപ്പസ്, ഇതിനെക്കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലൈക്ക് അല്ല, ആസ് ആണ്. ഹി യൂസ്ഡ് ഹിസ് ബൂട്ട് ആസ് എ ഹാമർ.
അയാളുടെ ബൂട്ട് ഒരു ചുറ്റിക പോലെ ഉപയോഗിച്ചു. ഒരു ചുറ്റിക ഉപയോഗിച്ച് നമ്മളൊരു ആണിയോ മറ്റോ അടിക്കാനായി എങ്ങനെ ഉപയോഗിക്കുന്നു അതേപോലെ അയാളുടെ ബൂട്ട് ഉപയോഗിച്ചു. അപ്പൊ ഹി യൂസ്ഡ് ഹിസ് ബൂട്ട് ആസ് എ ഹാമർ. ആസ് എ ഹാമർ എന്ന് പറയുമ്പോൾ ഒരു ചുറ്റികയായി അല്ലെങ്കിൽ ഒരു ചുറ്റിക പോലെ എന്ന് തന്നെയാണ് അവിടെ അർത്ഥം. ഇവിടെ ആ ബൂട്ട് പെർഫോം ചെയ്യുന്ന ജോബാണത്. ചുറ്റികയുടെ ജോലിയാണ് ഇവിടെ ആ ബൂട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പൊ ഇവിടെയൊന്നും നമ്മൾ ലൈക്ക് ഉപയോഗിക്കില്ല. For 20 years she worked as a receptionist. I work as a teacher. I work like a teacher എന്ന് പറയരുത്. അതിനർത്ഥം ഞാനൊരു ടീച്ചറെ പോലെ ജോലി ചെയ്യുന്നു എന്നാണ്. നമുക്ക് പറയേണ്ടത് ടീച്ചറായി ജോലി ചെയ്യുന്നു എന്നാണ്, ടീച്ചറെ പോലെ ജോലി ചെയ്യുന്നു എന്നല്ല. അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ജലദോഷം ഉള്ളതുപോലെ തോന്നി. ഒരാളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഹി ലുക്ക്ഡ് ലൈക്ക് അല്ലെങ്കിൽ ഷീ ലുക്ക്ഡ് ലൈക്ക് എന്ന് പറയാം. ഇനി അവരുടെ സ്വരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതിന് ഷീ സൗണ്ടഡ് ലൈക്ക് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ആളുകളുടെ സ്വരം കേൾക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ജലദോഷം ഉണ്ടോ എന്നെല്ലാം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ജലദോഷം ഉള്ളതുപോലെ തോന്നി. ഷീ സൗണ്ടഡ് ലൈക്ക് ഷീ ഹാഡ് എ കോൾഡ്. ഷീ സൗണ്ടഡ് ലൈക്ക് ഷീ ഹാഡ് എ കോൾഡ്. ഇവിടെ ആസ് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആസ് ഇഫ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആസ് ദോ ഉപയോഗിക്കാം. ആക്ച്വലി ഇതുപോലത്തെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ആസ് ഇഫും ആസ് ദോയും ഉപയോഗിക്കുന്നത്. പോലെ എന്ന അർത്ഥം തന്നെയാണ് ആ കൺജങ്ഷൻസിന് ഇവിടെ വരുന്നത്. ഷീ സൗണ്ടഡ് ആസ് ഇഫ് ഷീ ഹാഡ് എ കോൾഡ് അല്ലെങ്കിൽ ഷീ സൗണ്ടഡ് ആസ് ദോ ഷീ ഹാഡ് എ കോൾഡ്. ആസ് ഇഫും ആസ് ദോയും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ്. പോലെ എന്ന് തന്നെയാണ് ഈ രണ്ട് കൺജങ്ഷൻസിന്റെയും അർത്ഥം. പക്ഷെ നമുക്ക് ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിലാണ് നമ്മളിതിങ്ങനെ പറയുന്നത്. അവൾക്ക് ജലദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അവളുടെ സ്വരം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു. ഷീ സൗണ്ടഡ് ലൈക്ക് ഷീ ഹാഡ് എ കോൾഡ് അല്ലെങ്കിൽ ഷീ സൗണ്ടഡ് ആസ് ഇഫ് ഷീ ഹാഡ് എ കോൾഡ്. ഷീ സൗണ്ടഡ് ആസ് ഷീ ഹാഡ് എ കോൾഡ് അല്ല, ആസ് ഇഫ് ഷീ ഹാഡ് എ കോൾഡ്. നമുക്ക് ഉറപ്പില്ലാത്ത സാഹചര്യങ്ങളിൽ അതുപോലെ എന്ന് പറയാനാണ് നമ്മൾ ആസ് ഇഫും ആസ് ദോയും ഉപയോഗിക്കുന്നത്. ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ ഇതിന് പകരം നമുക്ക് ലൈക്ക് ഉപയോഗിക്കാം. എന്നെ അറിയാവുന്നത് പോലെ അവൾ ചിരിച്ചു. അവൾക്ക് എന്നെ അറിയുമോ അറിയില്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവൾ ചിരിച്ചു. ഷീ സ്മൈൽഡ് ആസ് ഇഫ് ഷീ ന്യൂ മീ. എന്നെ അറിയാവുന്ന പോലെ. ഷീ സ്മൈൽഡ് ആസ് ഇഫ് ഷീ ന്യൂ മീ. ഇവിടെയും നമുക്ക് ലൈക്ക് ഉപയോഗിക്കാം, ആസ് ദോ ഉപയോഗിക്കാം. ഇവിടെ ആക്ച്വലി ആസ് ഇഫും ആസ് ദോയും ആണ് കൂടുതൽ കറക്റ്റ്. വളരെ ഇൻഫോർമൽ സ്റ്റൈലിലാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ ലൈക്ക് ഉപയോഗിക്കുന്നത്. ലൈക്ക് പ്രിപ്പോസിഷൻ ആണ്, അതിനുശേഷം വരുന്നത് ക്ലോസ് ആയിരിക്കില്ല, പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസ് ആണ്. ഷീ സ്മൈൽഡ് ആസ് ഇഫ് ഷീ ന്യൂ മീ. എന്നെ അറിയാവുന്ന പോലെ അവൾ ചിരിച്ചു. രണ്ട് ക്ലോസിലും നമ്മളിവിടെ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിച്ചത്. എല്ലാം അറിയാവുന്ന പോലെ അവൻ സംസാരിക്കുന്നു. അവൻ സംസാരിക്കുന്നു. ഹീ സ്പീക്സ്. എല്ലാം അറിയാവുന്നത് പോലെ. ആസ് ഹി നോസ് എവറിത്തിങ് അല്ല, ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ്. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ്. ഇവിടെ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇങ്ങനെ മെയിൻ ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിന് ശേഷം ആസ് ഇഫിന് ശേഷം അല്ലെങ്കിൽ ആസ് ദോയ്ക്ക് ശേഷം നമ്മളൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ പറയുന്നത് ഒരുപക്ഷെ സത്യമാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി നോസ് എവറിത്തിങ്. ഒരുപക്ഷെ അവനെല്ലാം അറിയുന്നുണ്ടായിരിക്കാം. പക്ഷേ മെയിൻ ക്ലോസിൽ പ്രസന്റ് ടെൻസ് വന്നിട്ടും നമ്മൾ ആസ് ഇഫിന് ശേഷം അല്ലെങ്കിൽ ആസ് ദോയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ പറയുന്നത് സത്യമല്ല എന്നാണ്. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി ന്യൂ എവറിത്തിങ്. അവനെല്ലാം അറിയില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അവൻ സംസാരിക്കുന്നത് അതുപോലെയാണ്. ഹീ സ്പീക്സ് ആസ് ഇഫ് ഹി ന്യൂ എവറിത്തിങ്. ഷീ ലുക്സ് ആസ് ഇഫ് ഷീസ് റിച്ച് അല്ലെങ്കിൽ ഷീ ലുക്സ് ലൈക്ക് ഷീസ് റിച്ച്. അപ്പോൾ നമ്മളിവിടെ ലുക്സ് ലൈക്കിന് ശേഷം അല്ലെങ്കിൽ ലുക്സ് ആസ് ഇഫിന് ശേഷം ഷീസ് റിച്ച് എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ അവളൊരു പക്ഷെ സമ്പന്നയായിരിക്കാം എന്നർത്ഥമാണ്. പക്ഷെ ഷീ ലുക്സ് ആസ് ഇഫ് ഷീ വാസ് റിച്ച് എന്ന് പറയുമ്പോഴോ അപ്പോൾ അവൾ സമ്പന്നയല്ല, പക്ഷെ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നു എന്നാണ്. ഇവിടെയും അത് തന്നെയാണ് അർത്ഥം. അവനെല്ലാം അറിയില്ല, പക്ഷെ അവൻ സംസാരിക്കുന്നത് എല്ലാം അറിയുന്ന പോലെയാണ്. ആസ് ഇഫും ആസ് ദോയും ഉപയോഗിക്കുന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നു എന്ന് പറയുമ്പോഴാണ് ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. അവൾ വരുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് ഷീ ഈസ് ഇൻ കമ്മിങ് അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഷീ ഈസ് ഇൻ കമ്മിങ്. അവൾ വരുന്നില്ല, ഷീ ഈസ് ഇൻ കമ്മിങ്. അവൾ വരില്ല എന്ന് പറയുമ്പോൾ ഷീ വോണ്ട് കം. വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈസ് ഇൻ കമ്മിങ്. ഇറ്റ് ലുക്സ് ലൈക്ക് അതുപോലെ തോന്നുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് ഷീ ഈസ് ഇൻ കമ്മിങ് അല്ലെങ്കിൽ ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഷീ ഈസ് ഇൻ കമ്മിങ്. ഇത് തന്നെ നമുക്ക് സീംസ് ഉപയോഗിച്ചും പറയാം. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ഇൻ കമ്മിങ്. സീംസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിന് ശേഷം വരുന്നത് ദാറ്റ് ക്ലോസ് ആണ്. ലുക്കിന് ശേഷം വരുന്നത് ലൈക്ക് അല്ലെങ്കിൽ ആസ് ഇഫ് ആണ്. ഇംഗ്ലീഷ് മാതൃഭാഷയായ ആരുടെയും അത്ര തന്നെ നന്നായി അവൾ ഇംഗ്ലീഷ് സംസാരിക്കും.
അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഏതൊരു നേറ്റീവ് സ്പീക്കറും സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്നർത്ഥം. അവൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അവൾ സംസാരിക്കും. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ലൈക്ക് എനി നേറ്റീവ് സ്പീക്കർ എന്ന് പറയാം. നേറ്റീവ് സ്പീക്കർ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഷ മാതൃഭാഷയായിട്ടുള്ള ആളുകളെ പോലെ. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ലൈക്ക് എനി നേറ്റീവ് സ്പീക്കർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ പറയാം? ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് എനി നേറ്റീവ് സ്പീക്കർ. ഇംഗ്ലീഷ് മാതൃഭാഷയായ ഏതൊരു ആളെയും പോലെ അത്ര തന്നെ നന്നായി. ആസ് വെൽ ആസ് എനി നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ. ആസ് വെൽ ആസ് ഇവിടെ ഉപയോഗിക്കുന്നത് അത്രയും നന്നായി എന്ന അർത്ഥത്തിലാണ്. വെൽ അഡ്വർബാണ്. ആ അഡ്വർബിന് മുന്നിലും പിന്നിലും ഒരു ആസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത്രയും നല്ലത് എന്നർത്ഥമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര നല്ലതായിരുന്നില്ലേ ആ ഫിലിം? ആ ഫിലിം അത്ര നല്ലതായിരുന്നില്ലേ? ദ ഫിലിം വാസന്റ് ആസ് ഗുഡ്. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും. ആസ് വി എക്സ്പെക്റ്റഡ്. ആസ് ഗുഡ് ആസ് വി എക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയും നല്ലത് എന്നർത്ഥം. ദ മൂവി വാസന്റ് ആസ് ഗുഡ് ആസ് വി എക്സ്പെക്റ്റഡ്. എനിക്ക് സാധിക്കാവുന്ന അത്ര ഞാൻ കഴിച്ചു. ഭക്ഷണം കഴിച്ചു എന്നർത്ഥം. ഐ എയ്റ്റ് ആസ് മച്ച് ആസ് ഐ കുഡ്. അല്ലെങ്കിൽ ആസ് മച്ച് ഫുഡ് ആസ് ഐ കുഡ്. ഐ എയ്റ്റ് ആസ് മച്ച് ആസ് ഐ കുഡ്. എനിക്ക് സാധിക്കാവുന്ന അത്രയും. ആസ് മച്ച് ആസ് ഐ കുഡ്. അവളുടെ ഇരട്ടി പ്രായമുള്ള ഒരാളെ അവൾ വിവാഹം കഴിച്ചു. അവൾ വിവാഹം കഴിച്ചു. ഷീ മാരീഡ് ഒരാളെ. എ മാൻ. അയാൾക്ക് അവളുടെ ഇരട്ടി പ്രായം ഉണ്ടായിരുന്നു. ഹു വാസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹെർ. ആസ് ഓൾഡ് ആസ് ഹെർ എന്ന് പറയുമ്പോൾ അവളുടെ അത്രയും പ്രായമുള്ള ഒരാള്. ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹെർ എന്ന് പറയുമ്പോൾ അവളുടെ ഇരട്ടി പ്രായമുള്ള ഒരാൾ. ഷീ മാരീഡ് എ മാൻ ഹു വാസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹെർ. ഞാൻ ജീവിക്കുന്ന അത്രയും കാലം ഞാൻ ആ ദിവസം ഓർക്കും. ഞാൻ ആ ദിവസം ഓർക്കും. ഐ വിൽ റിമെമ്പർ ദാറ്റ് ഡേ. ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം. ആസ് ലോങ് ആസ് ഐ ലിവ്. ഐ വിൽ റിമെമ്പർ ദാറ്റ് ഡേ ആസ് ലോങ് ആസ് ഐ ലിവ്. ഇങ്ങനെ ഇതുപോലെ ആസ്, രണ്ട് ആസ് ഉപയോഗിക്കുന്ന ഒരുപാട് കോമൺ എക്സ്പ്രഷൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ആസ് സൂൺ ആസ് ലോങ് ആസ് വെൽ ആസ് മച്ച് ആസ് മെനി ആസ്. ഈ എക്സ്പ്രഷൻസ് എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ സ്വയം സെന്റൻസസ് നിർമ്മിച്ചു നോക്കുക. അവൾ സമ്പന്നയായിരുന്നു. അവളുടെ ഭൂരിഭാഗം സുഹൃത്തുക്കളും അങ്ങനെ തന്നെയായിരുന്നു. ഇത് നമുക്ക് ആസ് ഉപയോഗിച്ച് പറയാം. പല രീതിയിൽ ഇത് പറയാം. ആസ് ഉപയോഗിച്ചും പറയാം. അവൾ സമ്പന്നയായിരുന്നു. ഷി വാസ് റിച്ച്. ഇനി നമ്മളിവിടെ ആസ് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചറിലാണ്. ആസ് വേർ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. നമ്മൾ ഉപയോഗിച്ചത് ഒരു ഇൻവേർട്ടഡ് വേർഡ് ഓർഡറാണ്. ഷി വാസ് റിച്ച് ആസ് വേർ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. ആസിന് ശേഷം വേർ എന്ന ഓക്സിലറി വന്നു. പിന്നെ അതിന് ശേഷമാണ് മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ് എന്ന സബ്ജക്റ്റ് വരുന്നത്. ഷി വാസ് റിച്ച്. വളരെ ഫോർമൽ ആയ സ്ട്രക്ചർ ആയത്. ഷി വാസ് റിച്ച് ആസ് വേർ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. ഇത് നമുക്ക് സോ ഉപയോഗിച്ച് പറയാം. ഷി വാസ് റിച്ച് ആൻഡ് സോ വർ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ് എന്ന് പറയാം. ഷി വാസ് റിച്ച് ആൻഡ് സോ വർ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. അതാണ് കുറച്ചുകൂടി കോമൺ ആയ സ്ട്രക്ചർ. ആ എൻ്റെ അവിടെ ഇല്ലെങ്കിൽ നമ്മളത് രണ്ട് സെൻറ്റൻസ് ആയി പറയണം. ഷി വാസ് റിച്ച് സോ വർ മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ്. ഇത് ലൈക്ക് ഉപയോഗിച്ചും പറയാം. ജസ്റ്റ് ലൈക്ക് മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ് ഷി വാസ് റിച്ച്. അവളുടെ ഭൂരിഭാഗം സുഹൃത്തുക്കളെയും പോലെ തന്നെ അവളും സമ്പന്നയായിരുന്നു. ജസ്റ്റ് ലൈക്ക് മോസ്റ്റ് ഓഫ് ഹെർ ഫ്രണ്ട്സ് ഷി വാസ് റിച്ച്. ആസിന് പകരം പലപ്പോഴും നമ്മൾ ലൈക്ക് ഉപയോഗിക്കും. രണ്ടും ഏകദേശം ഉപയോഗിക്കുന്നത് പോലെ എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷെ ആസ് കൺജങ്ഷൻ ആണ്, ലൈക്ക് പ്രിപ്പോസിഷൻ ആണ്. അടുത്ത ബസ് വരാൻ നമ്മൾ 1 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരും. നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും. വി വിൽ ഹാവ് ടു വെയിറ്റ്. 1 മണിക്കൂർ. ഫോർ എൻ അവർ. അടുത്ത ബസ് വരാൻ. ഫോർ ദ നെക്സ്റ്റ് ബസ്. വി വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ എൻ അവർ ഫോർ ദ നെക്സ്റ്റ് ബസ്. അപ്പോൾ മറ്റേയാൾ പറയുന്നത്, കേൾക്കുന്നയാൾ പറയുന്നത് എന്നാ പിന്നെ നടക്കുന്നതാണ് നല്ലത് എന്നാണ്. മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. ഒന്നുകിൽ 1 മണിക്കൂർ കാത്തു നിൽക്കണം, അതിലും നല്ലത് നടക്കുന്നതാണ്. അത് പറയാൻ നമുക്ക് മൈറ്റ് ആസ് വെൽ എന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇതൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ്. വി മൈറ്റ് ആസ് വെൽ വാക്ക്. അതിലും നല്ലത് നടക്കുന്നതാണ്. വി മൈറ്റ് ആസ് വെൽ വാക്ക്. വി വിൽ ഹാവ് ടു വെയിറ്റ് എൻ അവർ ഫോർ ദ നെക്സ്റ്റ് ബസ്. അടുത്ത ബസ്സിന് നമ്മൾ 1 മണിക്കൂറെങ്കിലും കാത്തു നിൽക്കേണ്ടി വരും. വി മൈറ്റ് ആസ് വെൽ വാക്ക്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻസിൽ കൂടുതൽ നല്ലത് നടക്കുന്നതാണ്. വി മൈറ്റ് ആസ് വെൽ വാക്ക്. ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കണം. മൈറ്റ് ആസ് വെൽ ഇതിനായി ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഐ ഹാവ് നത്തിങ് ടു ഡു. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്തിരി നേരം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയേക്കാം എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാനില്ലെങ്കിൽ അല്പനേരം കിടന്ന് ഉറങ്ങിയേക്കാം. ഐ മൈറ്റ് ആസ് വെൽ ടേക്ക് എ നാപ്പ്. ഐ ഹാവിൻ ഗോട്ട് എനിത്തിങ് ടു ഡു. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. ഐ മൈറ്റ് ആസ് വെൽ ടേക്ക് എ നാപ്പ്. ഞാൻ ഇത്തിരി നേരം ഉറങ്ങിയേക്കാം. ഐ മൈറ്റ് ആസ് വെൽ ടേക്ക് എ നാപ്പ്. മറ്റ് ഓപ്ഷൻസ് ഒന്നും നമ്മുടെ മുന്നിലില്ല. പിന്നെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇതാണ് എന്ന് പറയാനായി ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് മൈറ്റ് ആസ് വെൽ. ട്രെയിൻ 40 മിനിറ്റ് എടുക്കും. ഒരു സ്ഥലത്തേക്ക് പോവാൻ ട്രെയിനിനാണ് പോകുന്നതെങ്കിൽ 40 മിനിറ്റ് എടുക്കും.
ദ ട്രെയിൻ ടേക്സ് 40 മിനിറ്റ്സ്. കാർ അതിൻ്റെ ഇരട്ടി സമയം എടുക്കും. ദ കാർ വിൽ ടേക്ക് ട്വൈസ് ആസ് ലോങ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ട്വൈസ് ആസ് ലോങ് ബൈ കാർ. ഇറ്റ് വിൽ ടേക്ക് ട്വൈസ് ആസ് ലോങ് ബൈ കാർ. ദ ട്രെയിൻ ടേക്സ് 40 മിനിറ്റ്സ്. ട്രെയിൻ 40 മിനിറ്റ് എടുക്കും. ഇറ്റ് വിൽ ടേക്ക് ട്വൈസ് ആസ് ലോങ് ബൈ കാർ. ട്വൈസ് ആസ് ലോങ് ബൈ കാർ എന്ന് പറയുമ്പോൾ കാറിനാണെങ്കിൽ അതിൻ്റെ ഇരട്ടി സമയം എടുക്കും എന്നർത്ഥം. ഇറ്റ് വിൽ ടേക്ക് ട്വൈസ് ആസ് ലോങ് ബൈ കാർ. എൻ്റെ സാലറി വളരെ കുറവാണ്. എനിക്ക് വളരെ ചെറിയൊരു സാലറിയേ കിട്ടുന്നുള്ളൂ. ഐ ഗെറ്റ് ഓൺലി എ സ്മോൾ സാലറി. അല്ലെങ്കിൽ ഐ ഓൺലി ഗെറ്റ് എ സ്മോൾ സാലറി. എനിക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി എൻ്റെ സിസ്റ്റർക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് സാലറി ആവുമ്പോൾ നമ്മൾ ഏൺ എന്ന വെർബ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗെറ്റ് എന്ന വെർബ് ഉപയോഗിക്കാം. ഐ ഗെറ്റ് ഓൺലി എ സ്മോൾ സാലറി. മൈ സിസ്റ്റർ ഏൺസ് ട്വൈസ് ആസ് മച്ച്. അല്ലെങ്കിൽ മൈ സിസ്റ്റർ ഗെറ്റ്സ് ട്വൈസ് ആസ് മച്ച്. ട്വൈസ് ആസ് മച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി. മൈ സിസ്റ്റർ ഏൺസ് ട്വൈസ് ആസ് മച്ച്. ട്വൈസ് ആസ് ലോങ് എന്ന് പറയുമ്പോൾ ഇരട്ടി സമയം. ട്വൈസ് ആസ് മച്ച് എന്ന് പറയുമ്പോൾ സാലറി ആവുമ്പോൾ അതിൻ്റെ ഇരട്ടി സാലറി എന്നർത്ഥം. ഭക്ഷണത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹി എയ്റ്റ് ട്വൈസ് ആസ് മച്ച് എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചതിൻ്റെ ഇരട്ടി അവൻ കഴിച്ചു എന്നാണ്. തണുപ്പായിരുന്നുവെങ്കിലും ഞങ്ങൾ പുറത്തുപോയി. കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് ഐഡിയാസ്. ദോ ഉപയോഗിച്ചാണ് നമ്മളിത് നോർമലി കണക്ട് ചെയ്യുക. നമുക്ക് ആക്ച്വലി ഇത് ആസ് ഉപയോഗിച്ചും കണക്ട് ചെയ്യാം. തണുപ്പായിരുന്നു, ഇറ്റ് വാസ് കോൾഡ്. വെതറിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇറ്റ് ഉപയോഗിച്ച് തന്നെ ആ സെൻറ്റൻസ് തുടങ്ങുക. ഇറ്റ് വാസ് കോൾഡ്. ഞങ്ങൾ പുറത്തുപോയി. വി വെൻറ്റ് ഔട്ട്. ദോ ഇറ്റ് വാസ് കോൾഡ് വി വെൻറ്റ് ഔട്ട്. തണുപ്പായിരുന്നുവെങ്കിലും ഞങ്ങൾ പുറത്തുപോയി. നമുക്കിവിടെ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉപയോഗിക്കാം. ആസ് അല്ലെങ്കിൽ ദോ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചും നമുക്കിത് പറയാം. കോൾഡ് ആസ് ഇറ്റ് വാസ്. ആദ്യം നമ്മൾ അജക്റ്റീവായ കോൾഡ് ഉപയോഗിച്ചു, പിന്നെ ആസ് ഉപയോഗിച്ചു. അവിടെ ആസിന് പകരം ദോയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെയാണ് ക്ലോസ് ഇറ്റ് വാസ് വരുന്നത്. കോൾഡ് ആസ് ഇറ്റ് വാസ് വി വെൻറ്റ് ഔട്ട്. ഇതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. നല്ല തണുപ്പായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തുപോയി. കോൾഡ് ദോ ഇറ്റ് വാസ് വി വെൻറ്റ് ഔട്ട് എന്നും പറയും. ഇതൊരു ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ അവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് അജക്റ്റീവ് ഉപയോഗിച്ചിട്ടാണ്. കോൾഡ് ആസ് ഇറ്റ് വാസ് വി വെൻറ്റ് ഔട്ട്. ആദ്യം അജക്റ്റീവ്, പിന്നെ ആസ് അല്ലെങ്കിൽ ദോ, അതിനുശേഷം ക്ലോസ്. വേർഡ് ഓർഡർ ശ്രദ്ധിക്കണം. ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നത് തുടർന്നു. ഐ വാസ് ടയേർഡ്. ഐ വെൻറ്റ് ഓൺ വർക്കിംഗ്. ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. ദോ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ദോ ഐ വാസ് ടയേർഡ് ഐ വെൻറ്റ് ഓൺ വർക്കിംഗ്. ഇതും നമുക്ക് നേരത്തെ ഉപയോഗിച്ച സ്ട്രക്ചർ ഉപയോഗിച്ച് പറയാം. ടയേർഡ് ആസ് ഐ വാസ് ഐ വെൻറ്റ് ഓൺ വർക്കിംഗ്. ടയേർഡ് ആസ് ഐ വാസ് ഐ വെൻറ്റ് ഓൺ വർക്കിംഗ്. അല്ലെങ്കിൽ ടയേർഡ് ദോ ഐ വാസ് ഐ വെൻറ്റ് ഓൺ വർക്കിംഗ്. ഇതെല്ലാം സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ്. പലതും വളരെ ഫോർമലായ സ്ട്രക്ചേഴ്സ് ആണ്. ഇതുപോലത്തെ സെന്റൻസ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതല്ല. പക്ഷെ ഇതുപോലത്തെ സെന്റൻസസ് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് കുറച്ചുകൂടി ഇംപ്രസീവ് ആക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് കുറച്ച് സെന്റൻസസ് നോക്കാം. ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. സ്വയം ചെയ്ത് നോക്കാം. ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെന്റൻസസ് എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് ഉപയോഗിച്ച് പറയേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കിയത് ആസ് ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസസ് നിർമ്മിക്കാം എന്നാണ്. ആസ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് കൺജങ്ഷൻ ആയിട്ടാണ്. കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ പല സ്ട്രക്ചേഴ്സിലും ആസ് ഉപയോഗിക്കും. ഒരുപാട് യൂസസ് ഉള്ള വേഴ്സറ്റൈൽ എന്ന് തന്നെ പറയാവുന്ന ഒരു വേർഡാണിത്. നോർമലി ഇത് കൺജങ്ഷൻ ആണ്, അതായത് അതിനുശേഷം വരെ സബ്ജക്റ്റും വെർബുമാണ്, പിന്നെ മറ്റു വാക്കുകളായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മളത് പ്രിപ്പോസിഷൻ പോലെ അതിനുശേഷം നൗൺസ് വരുന്ന രീതിയിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ രണ്ട് ആസ് വരുന്ന കൺസ്ട്രക്ഷൻസ് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആണ്. ആസ് ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആയിരിക്കും. ഈ ലെസൺസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, വിശ്വാസം. ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.